ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് കാണാൻ പറ്റുന്നില്ലേ, കൂടൽമാണിക്യം അമ്പലത്തിലാണ് ഞങ്ങള് പ്രാർത്ഥിക്കാൻ വന്നത്. ഇപ്പൊ സമയം ഒരു 8 മണി ആയിട്ടുള്ളൂ. അതിരാവിലെ തന്നെ ഞങ്ങൾ വന്നു. കാരണം നമ്മൾ നേരത്തെ വേണമല്ലോ അമ്പലമൊക്കെ ദർശിക്കാൻ. 5 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് ഇവിടെ ഒരു അത് നേരത്തെ എത്താൻ സാധിച്ചു. ഇപ്പൊ മട അടക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് പതുക്കെ കയറിയാ മതി. ഇനി ബാക്കി നീ പറ. ഞങ്ങൾ തൊഴുതിട്ട് വരാം ഗൈസ്. ഇനി തൊഴുതിട്ട് നമ്മൾക്ക് ഭരതനേ ലക്ഷ്മണനെ തൊഴുതു വന്നങ്ങകലെ പായമ്മൽ കാവിലും പോന്നിടണേ. ഗൈസ്, നമ്മളിപ്പോ മാളുവിന്റെ പാട്ട് ക്ലാസ്സിലാണ് നിൽക്കുന്നത്. കാണിച്ചെടുക്കേ. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ വലിയ തമ്പുരാൻ കോവിലകം. അതിപ്പോൾ ഒരു പ്രൈവറ്റ് റെസിഡൻസ് ആണ്, അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അത് വരവീണു സ്കൂൾ ഓഫ് മ്യൂസിക് ആയിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കണത്. കോവിലകമാണ്. ഞാൻ അവിടെയാണ് മ്യൂസിക് പഠിക്കുന്നത്. ചെറുപ്പം തൊട്ടേ അവിടെയാണ് പഠിക്കുന്നത്. കോവിലകം ടീച്ചറാണ്. അത് ശക്തൻ തമ്പുരാൻ പണി കഴിപ്പിച്ച കൊട്ടാരമാണ്. ശക്തൻ തമ്പുരാൻ പണി കഴിപ്പിച്ച കൊട്ടാരാണത്. ഇപ്പൊ ഇവിടെ അവിടുത്തെ ടീച്ചർമാരും അങ്ങനെ താമസിക്കണം. അമ്പലത്തിൽ കുളിച്ചാ വന്നത്, അതുകൊണ്ട് ഞങ്ങളെ കാണാൻ നല്ല ഭംഗിയില്ല ഗൈസ്. നോക്ക്, ഒരു ഗ്ലോ ഇല്ലേ കുളിച്ച് വന്നിട്ട്. സൂപ്പർ. ആ, പുഴ കാണിച്ചതാ. ഗൈസ്, ഇതാണ് ഇവിടെ മീനൂട്ട് എന്ന് പറയുന്ന ഒരു സാധനം നടത്തും. അത് ഇവിടെ നടത്താം. മീനിന് ചോറ് കൊടുക്കും. 4-3-7 മീനുള്ളൂ, എന്നാലും അവർക്ക് ചോറ് കൊടുക്കുന്നത് ഒരു പുണ്യപ്രവർത്തിയാണല്ലോ. ഗൈസ്, ഞങ്ങൾ അമ്പലം വലം വെക്കാൻ പോവാ. 2 ഏക്കറുള്ള കുളം. ഇതിനെപ്പറ്റി ടെക്നിക്കലി സംസാരിക്കാൻ മാളുവിന് മാത്രമേ അറിയുള്ളൂ. മാളു, എത്ര ഏക്കറായി കുളം? 2 ഏക്കർ. വേറെന്തെങ്കിലും കുളത്തെ പറ്റി പറയാനുണ്ടോ? 2 ഏക്കറുള്ള 4 കുളം ഉണ്ട് ഇവിടെ. നമ്മളൊരെണ്ണം കണ്ടുള്ളൂ. അല്ല, ഫ്രണ്ടില് കണ്ടില്ലേ, പിന്നെ സൈഡിലുണ്ട്. ഇത് ഈ കുളം ഉള്ളത് കൊണ്ടാണ് ഇരിങ്ങാലക്കുടക്കാർക്ക് ജലക്ഷാമം ഇല്ല എന്ന് പറയുന്നത്. അതെന്താ ഇവിടെ വെള്ളം എടുക്കണം? അല്ല, ഉറവ പറ്റി വരണത്. എനിക്കെന്നെ പറ്റി അറിയില്ല. അതാണ് സംഭവം. വേറെ കൂടൽമാണിക്യത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മള് വെയിറ്റിംഗ് ആണ്. ഈ അമ്പലത്തില് ഉപപ്രതിഷ്ഠകൾ ഉണ്ടാവില്ല. നീ ഒരു ദൈവത്തിനല്ലേ തൊഴുതുള്ളൂ. കുഞ്ഞു കുഞ്ഞു വേറെ അതില്ല. ഇവിടെ ആകെ ഒരു ഉപപ്രതിഷ്ഠ ഇല്ല. പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ അമ്പലത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. പറയാൻ മതി. ഹായ് ഗൈസ്, വൃന്ദാവനിലാണ്. ഫുഡ് കഴിച്ചു. ബില്ല് മസാല ദോശ. ഇന്നത്തെ ചെലവ് ഗായുന്റെ വക. അതെ. ഇനി ഇത് കിട്ടി ഞങ്ങൾക്ക്. ആക്ച്വലി ഇത് കിട്ടിയതല്ല ഗൈസ്, ഇത് ഇവള് മേടിച്ചു അവരുടെ കയ്യിൽ നിന്ന്. നമുക്ക് പുറത്തിറങ്ങാം. പ്രസാദം പോലെ തിരുമേനി തന്നതാ. ഇതും പിന്നെ മറ്റേ ഗണപതി പ്രസാദം. അത് ഞാനെല്ലാം എന്താ പറയാ, ഇത് അവിടെ നിന്നു ഇങ്ങനെ തിരുമേനിയുടെ മുമ്പിൽ രഞ്ജു പോയിട്ട്. അപ്പൊ ദൈവം തന്നതല്ല ഗൈസ്. അവര് കൊറേ നേരം നിന്ന് കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി ഒന്നും കഴിച്ചിട്ടില്ല. അതിന്റെ കൂടെയാണ് ഈ ബ്ലാക്ക്. റിയ എന്തേലും പറയാനുണ്ടോ? റിയക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട് ഗൈസ്. ഞങ്ങളെ പോലെ അല്ല, പഠിക്കാനും ഇതൊക്കെ ഉള്ള വിചാരമുള്ള ഒരാളാ. അതുകൊണ്ട് അത് ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. ദോശ ഇഷ്ടപ്പെട്ടോ? അടിപൊളി ദോശ, സൂപ്പർ ആയിരുന്നു. ഫുള്ള് കഴിച്ചു, നക്കി തുടച്ചു. എങ്ങനെയുണ്ടായിരുന്നു ദോശ? ദോശ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളിപ്പോ ഗായുവിന്റെ വീട്ടിൽ പോവാ. ഞങ്ങൾ ഫുഡ് കഴിച്ചു, പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല. വിശന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളല്ല അതേ മറി കഴിച്ചു. ഞങ്ങൾ മസാല ദോശ കഴിച്ചു. ഇവൾ ഒരു സാമ്പാർ വട കഴിച്ചു. ഞങ്ങൾ ചായ. ഞങ്ങൾ ഗായുവിന്റെ വീട്ടിലേക്ക് 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. നിങ്ങൾ ഒരു ബസ്സിന്റെ ഫ്രണ്ടിൽ തന്നെ കയറി. അത് ഞാൻ കാണിക്കാം. ഡ്രൈവർ ചേട്ടൻ ഇങ്ങനെ പറയാം. ഗൈസ്, ഞങ്ങൾ ഇനിയിപ്പോ ഗായുവിന്റെ വീട്ടിൽ വന്നു. ഗായുവിന്റെ വീട്ടിലേക്ക് പോണ വഴി അത് കാണിച്ചെടുക്കും.
അതെ, വളരെ ഗ്രാമീണമായ ഒരു സ്ഥലം. സൈക്കിൾ, രണ്ട് പെൺകുട്ടികൾ. ഗൈസ് ഞങ്ങളിപ്പോ ഗായുവിന്റെ വീട്ടിലെത്തി. മന കാണിച്ചു തരാം ഗൈസ്. യെസ്, ഗൈസ് ഇതാണ് ഗായുവിന്റെ പശു. ഗൈസ് രഞ്ജു ടോബിയെ കണ്ടതും വികാരമായി. കടിക്കില്ല. ആ പെണ്ണിനെ കടിച്ചോ? ആ വേണ്ട, അഴിച്ചുള്ള സ്നേഹമൊന്നും വേണ്ട. ഹായ് മോനെ, ആന്റിമാർ വന്നേക്കുന്നു. ഹലോ, ചന്ദനക്കുറിയൊക്കെ തൊട്ടാണല്ലോ, കുങ്കുമം തൊട്ട്. ഒരു ഫോട്ടോ എടുക്കണം. ഗൈസ്, ആന്റി ഉണ്ട് ഗൈസ്. ഹായ് ആന്റി, ഞങ്ങളുടെ യൂട്യൂബ് ബ്ലോഗ്. കുഴപ്പമില്ല, സുന്ദരി സുന്ദരി. ഹലോ ഗൈസ്, ഇതാണ് ഗായത്രിയുടെ 120 വർഷം പഴക്കമുള്ള മന. ഇപ്പൊ നമ്മുടെ ഫുഡ് എന്താന്ന് വെച്ചാ പനീർ ബട്ടർ മസാല, വെജ് പുലാവ്, ഇത് പെപ്പർ മഷ്റൂം, പപ്പടം, പിന്നെ ഇവൾക്ക് മാങ്ങച്ചാറ് ഇഷ്ടം. എന്റെ നാരങ്ങാച്ചോറ്. ലൈം ജ്യൂസ് വിത്ത് ഐസ്. ഇവിടെ മാളിന് ഫുഡ് എന്തൊക്കെയുണ്ട്? മാളെന്താ കഴിക്കാത്ത? കഴിക്കാം, സമയാവട്ടെ. ഞങ്ങള് തന്നെ വെക്കേണ്ടി വരും. പൊട്ടിച്ചാ പപ്പടത്തിൽ തൊടരുത് എന്റെ സർലാസ്. മതി മതി മതി. നമ്മുടെ അവിടെ ആയിരുന്നു ആ ഫുഡും പാട്ടും അടിപൊളിയായിരുന്ന. വീടിന്റെ വഴി എടുക്കണേ. ഞങ്ങൾ ഇന്ന് തിരിച്ചു വീട്ടിൽ പോ ഗൈസ്. എല്ലാ പരിപാടിയും ഞങ്ങളുടെ ഇന്നത്തെ കഴിഞ്ഞു. ഞങ്ങളുടെ ഗായു തിരിച്ച് ഞങ്ങളെ ഇരിഞ്ഞാലക്കുള്ള ഡ്രോപ്പ് ചെയ്യാം. അനിയനും ഉണ്ട് ഗൈസ്. ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും ഗൈസ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവേണ്ടത് ഞങ്ങളോട് കുറെ പേര് പറഞ്ഞു. എവിടെ ഇറങ്ങിയാലും എല്ലാരും യൂട്യൂബിലെ ചേച്ചിമാർ അങ്ങനെ ഞങ്ങളോട് ഇപ്പൊ പറയാറ്. പിന്നെ ഇനി എന്ത് കണ്ടന്റാ വേണ്ടത് നിങ്ങൾക്ക് അതേപോലെ ഞങ്ങൾ കൊറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്താണോ നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് വേണ്ടത് തരില്ല. ലൈക്ക് ചെയ്യുക. ഞങ്ങൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. പിന്നെ ഞങ്ങൾ വേറൊരു കാര്യം, ഞങ്ങളുടെ ചാനൽ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയ ഇവിടെ ഞങ്ങൾ ഗീവ് അവേ ചെയ്യുന്നുണ്ട്. ഞങ്ങള് 100 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞ് ഇവിടെ കൊടുക്കും. വേണ്ടവര് എല്ലാ വീഡിയോസിലും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഈ കൊച്ചിനെ കൊടുക്കും. അപ്പൊ ഞങ്ങൾ വീഡിയോസ് ഇഷ്ടമായി എന്ത് ചെയ്യണം? ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ കമന്റ് ചെയ്തു. ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം.